അൻവർ UDF-ലേക്കില്ല, മത്സര രംഗത്തേക്കുമില്ല. അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിലപാട് വ്യക്തമാക്കി. യഥാർത്ഥത്തിൽ അൻവറിനെതിരെ തിരിയുന്നത് UDF-ൽ ആരാണ്? അൻവറിനെ കൂടെ കൂട്ടണ്ട എന്ന് നിലപാട് സ്വീകരിക്കുന്നത് ആരാണ്? അതെ, അൻവറിനെ UDF, അൻവർ LDF വിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ വല്ലതും ധരിച്ചു അദ്ദേഹം UDF-ൻ്റെ ഭാഗമാവും. അദ്ദേഹം അസംബ്ലി സ്ഥാനം രാജിവെച്ചു. അങ്ങനെ രാജിവെച്ചിട്ടുള്ള അൻവറിനെ UDF-ലേക്ക് എടുക്കുന്നതിൻ്റെ പിന്നെ ആർക്കൊക്കെയാണ് പ്രശ്നങ്ങളൊന്നുണ്ട്. സാധാരണ ആര് UDF-ൽ വരണമെങ്കിൽ ആദ്യം പോയി കണ്ടത് ലീഗിനെയാണ്. പാണക്കാട് വീട്ടിൽ ആദ്യം പോകണം, അവിടെ പോയിട്ട് പാണക്കാട് തങ്ങളെ കാണണം, തങ്ങളുടെ ആശീർവാദം വാങ്ങിക്കണം. അങ്ങനെയാണ് UDF-ലേക്ക് എൻട്രി വേണ്ടത്. ഇത് അൻവറിന് കിട്ടൂല. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അൻവർ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ അങ്ങനെ ആശ്രയിക്കുന്ന ആരൊക്കെയാണ്? അങ്ങനെ ആശ്രയിക്കുന്ന SDPI ആണ്, അങ്ങനെ ആശ്രയിക്കുന്ന PDP ആണ്, അങ്ങനെ ആശ്രയിക്കുന്ന വെൽഫെയർ പാർട്ടിയാണ്, അദ്ദേഹം ആശ്രയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. ഈ പാർട്ടികൾ എങ്ങനെ ലീഗിനെ അംഗീകരിക്കാൻ പറ്റുക? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളിലെ വരേണ്യവർഗത്തിൻ്റെ പാർട്ടിയാണത്. അതിൻ്റെ അധ്യക്ഷനാരാ? പാണക്കാട് തങ്ങളാണ്. പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞ ആരാണ്? നബിയുടെ സ്വന്തം ആളാണ്. നബി തിരുമേനിയുടെ നേരവകാശിയായിട്ടുള്ള ആളാണ്. ആകെപ്പാടെ കേരളത്തിൽ 5000-ഓളം പേരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഈ പുള്ളിയാണ് ലീഗിൻ്റെ പ്രസിഡന്റ് ആവുക. അവിടെ എവിടെ ജനാധിപത്യമുള്ളേ? ഒരു ജനാധിപത്യം ലീഗിലില്ല. ലീഗ് നമ്മൾ ഇന്നിപ്പോൾ സാധാരണ ആളുകൾ സംസാരിക്കുമ്പോൾ പറയും ലീഗുകാരൻ അഴിമതി, ലീഗുകാരൻ കുഴപ്പക്കാരനൊന്നുമില്ല, ലീഗുകാരൻ ജനാധിപത്യവാദിയാണ്, ലീഗുകാരൻ മതേതരവാദിയാണ്. എന്താ എനിക്കിതിൻ്റെ കഴമ്പ് മനസ്സിലാവുന്നില്ല. ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്ത് മുസ്ലിങ്ങളിലുള്ള പിന്നോക്ക സമുദായക്കാരുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പിന്നോക്ക സമുദായക്കാരെ അവിടെ അടുപ്പിക്കില്ലല്ലോ. അതിൻ്റെ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിമാരെയൊക്കെ ജാതി ഒന്ന് ഇവരെന്ന് പറയട്ടെ, ലീഗിൻ്റെ അധ്യക്ഷൻ്റെ ജാതി എന്ന് പറയട്ടെ, ലീഗിൻ്റെ സംസ്ഥാന ട്രഷററുടെ പേരെന്ന് പറയട്ടെ, ജാതി എന്ന് പറയട്ടെ. ഈ എല്ലാ സ്ഥലത്തും സമസ്തയിലടക്കം പൗരോഹിത്വ മേധാവിത്വമാണ് ലീഗിലുള്ളത്. പുരോഹിതന്മാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, രാഷ്ട്രീയത്തിൽ എങ്ങനെ പുരോഹിതന്മാർ തീരുമാനിക്കുക? അത് ലീഗിൽ എങ്ങനെയാണ് തീരുമാനിക്കുക? ഈ ലീഗ് ചിലർ പറയും ഈ ലീഗ് മറ്റേ ലീഗിൻ്റെ തുടർച്ചയാണ്, ആ ലീഗിൻ്റെ തുടർച്ചയല്ല എന്ന് വേറെ ചിലരും പറയും. ഏത് തുടർച്ചയാണെന്ന് പറഞ്ഞാലും തുടർച്ചയല്ല എന്ന് പറഞ്ഞാലും ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് മുസ്ലിങ്ങളിലുള്ള പുരോഹിതന്മാരെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പുരോഹിതന്മാർക്ക് ഒരിക്കലും ഒരു കാരണവശാലും അൻവറിനെ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്താ അൻവർ എന്താ പറയാത്തേ? ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് അൻവറിനെ പോലുള്ള ആളുകൾ പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അൻവർ തുറന്നു പറയേണ്ടതല്ലേ? അൻവറിൻ്റെ പ്രശ്നം കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസിനേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ UDF-ലേക്ക് അൻവർ വരുന്നതിനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ എതിർക്കുന്നത് മുസ്ലിം ലീഗാണ് എതിർക്കുന്നത്. അതുകൊണ്ടാണ് അൻവർ പുറത്തു നിൽക്കുന്നത്. അല്ലാതെ കൊണ്ട് കോൺഗ്രസ്സിലൊരു വിഭാഗമായിരുന്നു എതിർത്തതെങ്കിൽ എന്നാൽ അദ്ദേഹത്തിന് സ്പേസ് കിട്ടുമായിരുന്നു, അദ്ദേഹത്തിന് UDF-ലേക്ക് വരാൻ പറ്റിയായിരുന്നു. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം BJP ചിലർ അവിടെ കോൺഗ്രസിൽ ചേരാൻ പോയി. അവരെവിടേക്ക് ആദ്യം പോയത്? ഇന്ദിരാഭവനിലേക്ക് അല്ലല്ലോ പോയത്. അവർ നേരെ പോയിട്ട് പാണക്കാട് തങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് അവിടുന്ന് അദ്ദേഹം കൊടുത്തല്ല കുറച്ച് അദ്ദേഹം കഴിച്ചതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന നെയ്ച്ചോറും കഴിച്ച് മടങ്ങി വന്നവരാണ് ലീഗിൽ മറ്റേ കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്തത്. അതല്ലാതെ കണ്ട് UDF-ൽ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഇപ്പം RSPയിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ആരാ പ്രശ്നം പരിഹരിക്കുന്ന? ആരാണ്? കോൺഗ്രസ് ആണോ? സാധാരണ വലിയ പാർട്ടിയാണല്ലോ പരിഹരിക്കുക. ഈ വലിയ പാർട്ടിക്ക് അവിടെ എന്താ സ്പേസ് ഉള്ളത്? വലിയ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് കാര്യസ്ഥൻ്റെ റോളേ ഉള്ളൂ അവിടെ. UDF-ലെ കാര്യസ്ഥന്മാരാണ് കോൺഗ്രസ്സുകാർ. കാര്യസ്ഥൻ്റെ റോളേ ഉള്ളൂ. ഈ UDF-ൻ്റെ ഉടമസ്ഥാവകാശം അത് മുസ്ലിം ലീഗിൽ അധിഷ്ഠിതമാണ്. ആ മുസ്ലിം ലീഗുകാർ തീരുമാനിക്കാത്തത് കൊണ്ടാണ് അൻവറിന് UDF-ൽ പ്രവേശനം ഇല്ലാണ്ട് പോയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സീറ്റ് കിട്ടാണ്ട് വന്നത്. എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ കൂടിയിട്ട് പിന്തുണയിലാണ് സ്വരാജ് ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആര്യാടൻ ഷൗക്കത്തിനോടോ ആര്യാടൻ മുഹമ്മദിനോടോ ലീഗിന് വല്ല താല്പര്യം ഏതെങ്കിലും കാലത്ത് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ആര്യാടൻ മുഹമ്മദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരായിട്ട് ഏറ്റവും വലിയ പടപ്പുറപ്പാട് നടത്തിയിരുന്നത് മുസ്ലിം ലീഗാണ്. ആ ലീഗാണ് പടപ്പുറപ്പാട് നടത്തിയിട്ടുള്ളത്. ലീഗിന് ആര്യാടനോട് സീറ്റ് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. ഇപ്പം ലീഗിൻ്റെ മറ്റേ ആര്യാടൻ്റെ മകനായിരുന്ന ഷൗക്കത്തിന് പാർട്ടി പ്രസിഡന്റ് അവിടെ ആക്കാതിരിക്കാൻ കാരണക്കാരനാരാ? മുസ്ലിം ലീഗല്ലേ, ലീഗാണ്. ഷൗക്കത്ത് കുറേ പരിശ്രമം കഴിഞ്ഞ വർഷം നടത്തിയാണ്. ഞാൻ മത്സരിക്കുന്നില്ല, എനിക്ക് ജില്ലാ പ്രസിഡന്റ് ആയാൽ മതി, പകരം പ്രകാശന നിലമ്പൂർ മത്സരിപ്പിച്ചു, പ്രകാശൻ തോറ്റു. ഇത് ലീഗിൻ്റെ താല്പര്യപ്രകാരമാണ് ഷൗക്കത്തിനെ മാറ്റി നിർത്തുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഈ വരുന്ന തെരഞ്ഞെടുപ്പിനകത്തും ഒരു കാരണവശാലും ഷൗക്കത്തിന് ജയിക്കാൻ സാധ്യമല്ല. മുസ്ലിങ്ങളിലുള്ള വരേണ്യവർഗത്തിൻ്റെ വോട്ട്, ഹൈന്ദവ ജനവിഭാഗത്തിന് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട്, ഇതെല്ലാം കിട്ടാൻ സാധ്യത ഇടതുപക്ഷത്തിനാണ്. അങ്ങനെ ഇടതുപക്ഷത്തിന് കിട്ടുമ്പോൾ അവിടെയും തിരിച്ചടി ഉണ്ടാകില്ലേ? കാരണം
മരുമകനെ റിയാസിനും പൊക്കിക്കൊണ്ടുവരാനായി പിണറായി വിജയൻ ഒതുക്കിയതാണ് എം സ്വരാജിനെ എന്നാണ് ആരോപണങ്ങൾ ഉയരുന്നത്. നിലമ്പൂരിൽ സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ അത് റിയാസിന് വലിയ തിരിച്ചടിയാകും. അങ്ങനെയാണ് എങ്കിൽ അൻവറിനും പണി കിട്ടുന്നു, പിണറായിക്കും പണി കിട്ടുന്നു എന്നല്ലേ സ്വരാജ് ജയിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ സ്വരാജ് അവിടെ നിന്ന് സ്വരാജ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവജനങ്ങളുടെ ഒരു ഐക്കണാണ്. സ്വരാജിൻ്റെ വേറൊരു പ്രത്യേകത, ഒരിക്കലും സ്വരാജ് ഒരു മണ്ഡലത്തിൽ 2 പ്രാവശ്യം ജയിക്കില്ല. ഇപ്പം ഈ ബൈ ഇലക്ഷൻ ജയിച്ചാൽ അടുത്ത ഇലക്ഷൻ ആ പുള്ളി തോറ്റു പോകും. കാരണം അങ്ങനെ കയ്യിലിരിപ്പ് എങ്ങനെയാണ്, വയലുനാക്കിൻ്റെ ഗുണം അങ്ങനെയാണ്. കാരണം ഒരു 10 കൊല്ലത്തിന് മുമ്പായിട്ട് ഇവിടെ തൃപ്പൂണിത്തുറയിൽ വന്നിട്ട് മത്സരിച്ചു കെ ബാബുവിനെതിരായിട്ട്. അട്ടിമറി വിജയമായിരുന്നു, അട്ടിമറി വിജയം. അങ്ങനെ വിജയിച്ചതിന് ശേഷം അവിടെ അദ്ദേഹം ചെയ്തത്, അവിടെ അദ്ദേഹം ആളുകളോട് ആദ്യം പരസ്യമായിട്ട് പറഞ്ഞ് എന്നെ പൊതുപരിപാടിക്കൊന്നും വിളിക്കണ്ട, ഞാൻ പരിപാടിക്കൊന്നും വരില്ല, മരിച്ച വീട്ടിലും കല്യാണ വീട്ടിലും ഒന്നും എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല, കാരണം ഇതൊന്നും MLA യുടെ പണിയല്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതൊന്ന്. രണ്ടാമത്, അദ്ദേഹം ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന ആളാണ് സ്വരാജ്. അദ്ദേഹം എന്ന് പറഞ്ഞ് ശബരിമല അയ്യപ്പൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവും. കാരണം ആരും അവിടെ കന്യ അയ്യപ്പന്മാർ വരാത്ത സമയത്ത്, അങ്ങനെ കന്യ അയ്യപ്പന്മാർ പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് വന്നില്ല. അതുകൊണ്ട് അത്തരം ശബരിമലയിലിരിക്കുന്ന അയ്യപ്പൻ്റെ വിവാഹം നടക്കുന്നതിൻ്റെ പേരിലാണ് അവിടെ യുവതീ പ്രവേശനം വേണമെന്ന് വലിയ താത്വികമായിട്ട് വിശദീകരിച്ച ആളാണ് സ്വരാജ് എന്ന് പറയുന്ന ആൾ. അങ്ങനെ വിശദീകരിച്ചപ്പോഴാണ് അദ്ദേഹം 8 നിലയിൽ പൊട്ടിയത്. അപ്പോൾ ഏതാണെങ്കിലും നിലമ്പൂരിൽ ഒരു വട്ടം ജയിക്കുവാനുള്ള കോപ്പൊക്കെ സ്വരാജിൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് സ്വരാജിന് വേണമെങ്കിൽ ജയിക്കാം. 2ാം ഘട്ടം ജയിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ജയിക്കുന്ന സമയത്ത് നേരത്തെ ധന്യ ചോദിച്ച പോലെ ഈ സ്വരാജിൻ്റെ ജയത്തിൽ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്ന UDF മാത്രമല്ല, LDF ഉണ്ട്. പിണറായി വിജയനാണ് അതിനകത്ത് ഏറ്റവും വലിയ വേവലാതി. അതുകൊണ്ടാണ് സ്വരാജിന് ഒരു കാരണവശാൽ MLA ആക്കാതെ കണ്ട് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നാളെ വേണമെങ്കിൽ പാർട്ടി സെക്രട്ടറി ആക്കിക്കോ, അല്ലാതെ കണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് നോട്ടം വേണ്ട എന്ന് സ്വരാജിന് കൃത്യമായിട്ട് സന്ദേശം കൊടുത്ത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയന് എങ്ങനെ വന്നാലും കേരളത്തിൻ്റെ തൻ്റെ അനന്തരാവകാശിയായിട്ട് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചതും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നതും പാർട്ടിയെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുന്നതും തൻ്റെ മരുമകനെ കുറിച്ചാണ്, റിയാസിനാണ്. നമ്മളറിയാമല്ലോ. അതുകൊണ്ടാണ് റിയാസിൻ്റെ വകുപ്പ് എന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഇത്രയും ജൂനിയർ ആയിട്ടുള്ള ആള് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആക്കില്ലല്ലോ. അതിനുമുമ്പ് ഇടതുപക്ഷ ആക്കിയതാരെയാണ്? TK ഹംസയാക്കി, അത് കഴിഞ്ഞിട്ട് G സുധാകരനെ ആക്കി. അത്തരം സീനിയർ ആളുകൾ ഇരുന്ന കസേരയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി പിന്തുണയുണ്ടാകുന്ന ഉറപ്പുള്ള പൊതുമരാമത്ത് വകുപ്പിലേക്ക് മന്ത്രിയായിട്ട് നിശ്ചയിച്ച് തൻ്റെ മരുമകനെ തന്നെയാണ്. കാരണം മരുമകൻ ആ സ്ഥലത്ത് അവൻ എത്ര മന്ദബുദ്ധിയായാലും കുഴപ്പമില്ല, അവൻ അവിടെ ഇരുന്ന് അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണല്ലോ, മുഹമ്മദ് റിയാസ് ഹൈവേ കൂടി പോകുന്നു. ഹൈവേ ആരാ പണിത്? കേന്ദ്ര സർക്കാരിന് പണം കൊണ്ട് പണിയുന്നു. ആ ഹൈവേ കൂടി ആകപ്പാടെ മുഹമ്മദ് റിയാസിൻ്റെ ഏക പണിയുള്ളത് ആ സെൽഫി എടുക്കലാണ്. ആ സെൽഫി നിന്ന് പോയത് ഇവിടുത്തെ മഴ വന്നേ പിന്നെയാണ്. ആ മഴ വന്ന സമയത്ത് ചില റോഡുകളൊക്കെ പൊളിയാൻ തുടങ്ങി. ആ റോഡുകൾ പൊളിയാൻ തുടങ്ങിയ സമയത്താണ് റിയാസിൻ്റെ പണിയും പൊളിയാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഇപ്പോഴാണ് ആ മനുഷ്യൻ സെൽഫി എടുക്കൽ നിർത്തിയതും ഇതിനകത്ത് പങ്കുണ്ടെന്നൊന്നും പറയാതിരുന്നതും. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിണറായി വിജയൻ്റെ ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിന് വലിയൊരു കടിഞ്ഞാൺ വരുന്നതാണ് സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും സ്വരാജിന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരുപക്ഷെ മുസ്ലിം ലീഗുകാർ വോട്ട് ചെയ്തേക്കാം. കോൺഗ്രസിലെ വിഭാഗത്തിൻ്റെ A ഗ്രൂപ്പ് ഒഴിച്ചുള്ള I ഗ്രൂപ്പുകാരുടെ വോട്ടുകളും സ്വരാജിന് കിട്ടിയേക്കാം. ഹിന്ദുക്കൾ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വോട്ടുകളും അദ്ദേഹത്തിന് കിട്ടിയേക്കാം. പക്ഷെ അദ്ദേഹത്തിന് കിട്ടാതെ വരുന്നൊരു വോട്ടുകളുണ്ട്. അത് പിണറായി വിജയൻ ഗ്രൂപ്പിൻ്റെ വോട്ടാണ്, മുഹമ്മദ് റിയാസ് ഗ്രൂപ്പിൻ്റെ വോട്ടാണ്. ആ വോട്ടുകൾ ഒരിക്കലും സ്വരാജിന് കിട്ടില്ല എന്ന് മാത്രമല്ല, അത് വേണമെങ്കിൽ ഷൗക്കത്തിന് പോകാം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഒരു കലക്കിമറിച്ചലിൻ്റെ ഒരു കേന്ദ്രം അതാണ് നിലമ്പൂർ. അപ്പോൾ അതുകൊണ്ട് വരുന്ന 2026 തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കേളികൊട്ടാണത്, ഒരു സെമി ഫൈനലാണത്. ഈ സെമി ഫൈനല് അതിൻ്റെ റിസൾട്ട് ഇവരെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം വരാനുള്ള കാരണം കുതികാൽ വെട്ടുകളുടെ ചരിത്രമായിരിക്കും നിലമ്പൂരിൻ്റെ ചരിത്രം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.